ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഈസി കേക്കാണ്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണിത്. ഇത് നമ്മൾ ആവൻ യൂസ് ചെയ്യുന്നില്ല, അതേപോലെ മൈദയൊന്നും യൂസ് ചെയ്യുന്നില്ല. ബ്രെഡും കുറച്ച് വിപ്പിംഗ് ക്രീമും മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ബട്ടർ. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഫ്രഷ് ക്രീം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ല പോലെ ഒന്ന് ക്രീമി ആയ ശേഷം നമുക്ക് പഞ്ചസാരയും അതേപോലെ ബട്ടറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല പോലെ ക്രീമി ആയിട്ട് കിട്ടണം. അപ്പം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലാണ് അങ്ങനെ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 12 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ സിറപ്പ്, അതേപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമുക്കിനി കേക്ക് റെഡിയാക്കുന്നതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബേസിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബേസിലോട്ട് നമുക്ക് ഫസ്റ്റ് 4 ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് എല്ലായിടത്തും നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ബ്രെഡ് നല്ലപോലെ സോഫ്റ്റ് ആവുള്ളൂ, അതേപോലെ നല്ല ടേസ്റ്റി ആവുള്ളൂ. അതുകൊണ്ട് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 ലെയറും കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കാം.
ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ വിതറി കൊടുക്കും. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റെഡിയാക്കിയ കേക്ക് എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം കേട്ടോ. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് പുറത്ത് പോയി ചിലപ്പോൾ കേക്ക് മേടിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് ബിൽറ്റ് സൈനിങ് ഓഫ്. ബൈ.